നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ ചലനങ്ങൾ അറിയാൻ നിങ്ങൾക്കെല്ലാവർക്കും താല്പര്യമുണ്ടാവും അല്ലേ? അതെന്നെ. അതിനായിട്ട് നമ്മുടെ കയ്യിലിപ്പോ കുറച്ച് ലേഖനങ്ങളും റിപ്പോർട്ടുകളുമുണ്ട്. ശരിയാണ്. ഈ വിവരങ്ങൾ വെച്ച് ഒരു ചിത്രം നൽകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതെ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുവാണല്ലോ. അതെ. അപ്പോ ഈ പ്രചാരണത്തിലെ ചൂടേറിയ നിമിഷങ്ങൾ, പിന്നെ വലിയ നേതാക്കളുടെ വരവ്, സ്ഥാനാർത്ഥികളുടെ ഓരോ നീക്കവും, ഇതൊക്കെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് ഈ ഉറവിടങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ ഈ വിവരങ്ങൾ വെച്ച് നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എന്താണെന്നൊന്നും നോക്കാം. വളരെ നല്ലത്. അപ്പൊ നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് കടന്നാലോ? ഈ റിപ്പോർട്ടുകളിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രചാരണമൊക്കെ അവസാന ലാപ്പിലാണല്ലോ. തീർച്ചയായും. സമയമില്ല. പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലെത്തി നിൽക്കുകയാണ്. ശരി. ഈ ബക്രീദ് ദിവസം പോലും സ്ഥാനാർത്ഥികൾക്ക് വിശ്രമമുണ്ടായിരുന്നില്ല. അതന്നെ ഈ മത്സരത്തിന്റെ ഒരു ഗൗരവം കാണിക്കുന്നുണ്ട്. ഓ അതെ. പെരുന്നാൾ ആശംസ കൊടുക്കുന്നു, അതിന്റെ കൂടെ തന്നെ രാഷ്ട്രീയം പറയുന്നു, വോട്ട് ചോദിക്കുന്നു. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. ഓരോ വോട്ടും എത്ര പ്രധാനപ്പെട്ടതാണെന്ന് മുന്നണികൾക്ക് നല്ല ബോധ്യമുണ്ട്. അതെ അതെ. ഇപ്പോ LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ കാര്യം നോക്കിയാല് അദ്ദേഹം ചണ്ടക്കുന്ന് പള്ളിയിലെ ഈദ്ഗാഹിൽ പങ്കെടുത്തു അല്ലേ? അതെ. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിനു വേണ്ടി പ്രചാരണത്തിനെത്തി. അത് ശ്രദ്ധേയമാണ്. ശരിയാണ്. സ്വരാജിനെ നിയമസഭ കാത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു സംശുദ്ധ വ്യക്തിത്വം, പ്രതിച്ഛായ എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി പുകഴ്ത്തിയതായും ഈ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഈ നേരിട്ടുള്ള ഇടപെടൽ, അതും പോരാഞ്ഞിട്ട് വീണ്ടും ജൂൺ 13, 14, 15 തീയതികളിൽ വരുമെന്നുള്ള സൂചന, ഇതൊക്കെ LDF ഈ ഇലക്ഷന് എത്ര പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ഈ ഉറവിടങ്ങളിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷണം പറയുന്നുണ്ട്. അതായത് ഇവിടെ LDF ജയിച്ചാൽ അത് 2026 സംസ്ഥാന ഇലക്ഷനിൽ അവർക്ക് വലിയൊരു ഊർജ്ജമാകും. ഒരുപക്ഷെ UDFന്റെ നിലനിൽപ്പിനെ വരെ അത് ബാധിച്ചേക്കാം എന്നൊക്കെ. ഇത് അവരുടെ ഒരു വാദമാണ് കേട്ടോ, നമ്മുടേതല്ല. മനസ്സിലായി. ഇനിയിപ്പം മറുഭാഗത്ത് UDF ക്യാമ്പിലും കാര്യങ്ങൾ സജീവമാണ്. സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹം നിലമ്പൂർ മുക്കട്ട ജുമാ മസ്ജിദിൽ പ്രാർത്ഥന നടത്തി. പിന്നെ ആളുകളെ നേരിട്ട് കണ്ടു വോട്ട് ചോദിച്ചു. അതെ. പിതാവ് ആര്യടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു വൈകാരികമായ രംഗവും റിപ്പോർട്ടിലുണ്ട്. ശരിയാണ്. വയനാട്ടിലെ വിജയത്തിനു ശേഷം MP കൂടിയായ പ്രിയങ്ക ഗാന്ധി ജൂൺ 14 ഷൗക്കത്തിനു വേണ്ടി വരുമെന്നുള്ള വാർത്ത അവർക്ക് വലിയ ആവേശം കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായും. പ്രിയങ്ക ഗാന്ധിയെപ്പോലൊരു ദേശീയ നേതാവ് വരുമ്പോൾ അത് UDF പ്രവർത്തകർക്ക് എന്തായാലും വലിയ ഊർജ്ജാവും. അതുമാത്രമല്ല, ഈ ഉപതെരഞ്ഞെടുപ്പിനൊരു ദേശീയ ശ്രദ്ധ കിട്ടാനും അത് കാരണമാവും. ശരിയാണ്. അപ്പോൾ മത്സരത്തിന്റെ വീറും വാശിയും കൂടും. ഈ രണ്ടു മുന്നണികൾ മാത്രമല്ല, PV എൻവറിന്റെ പ്രചാരണത്തെക്കുറിച്ചും ഈ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അദ്ദേഹം എടക്കര മസ്ജിദുസ്സലാമിൽ നമസ്കാരത്തിൽ പങ്കെടുത്തു. പിന്നെ ഈദ്ഗാഹകളിലൊക്കെ പോയി വോട്ട് ചോദിച്ചു. മുഖ്യമന്ത്രി വീണ്ടും വന്നാൽ സ്വരാജ് തോൽക്കുമെന്നൊരു പ്രസ്താവന അൻവർ നടത്തിയതായും ഈ റിപ്പോർട്ടുകൾ പറയുന്നു. അതോടൊപ്പം തന്നെ BJP പ്രചാരണവും നടക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നേരിട്ട് വന്നിട്ടാണ് അതിന്റെ നേതൃത്വം കൊടുത്തത്. അതെ. അപ്പൊ ഇത് കാണിക്കുന്നത് മൂന്ന് മുന്നണികളും പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വളരെ ഗൗരവമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്നാണ്. ശരിയാണ്. സംസ്ഥാന നേതാക്കൾ മാത്രമല്ല, ദേശീയ നേതാക്കളും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഇറങ്ങുന്നത് ഈ മത്സരത്തിന്റെ ഒരു തീവ്രത കൂട്ടുന്നുണ്ട്. ഇത് വെറുമൊരു ഒരു ലോക്കൽ മത്സരം എന്നതിനപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നായി മാറുകയാണ്. അതുപോലെ ഇതിന്റെ ഒരു പുതിയ മുഖം, അതായത് ഈ ഡിജിറ്റൽ ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് നിലമ്പൂരിലെ വിവരങ്ങളൊക്കെ അറിയാൻ കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online എന്നൊരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങിയ കാര്യവും റിപ്പോർട്ടിലുണ്ട്. അത് കൊള്ളാമല്ലോ. അഭിപ്രായങ്ങൾ പറയാനും സൗകര്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആഗോളതലത്തിലുള്ള മലയാളികൾക്കും ഇതിൽ താൽപ്പര്യമുണ്ട്. അവർക്ക് വിവരങ്ങൾ വേണം എന്നൊരു തിരിച്ചറിവിൽ നിന്നായിരിക്കും അത് ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഇത്രയും വലിയൊരു ഓൺലൈൻ കവറേജ്. അതൊരു പുതിയ രീതിയാണ്. അതെ. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാല് ഈ വിവരങ്ങളൊക്കെ വെച്ചു നോക്കുമ്പോൾ നിലമ്പൂരിൽ ഒരു തീ പാറുന്ന പോരാട്ടമാണ് നടക്കുന്നത് എന്നുറപ്പാണ്. വലിയ നേതാക്കളൊക്കെ നേരിട്ടിറങ്ങിയിരിക്കുന്നു. ഓരോ വോട്ടും കിട്ടാൻ സ്ഥാനാർത്ഥികൾ വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും. ഈ ഉറവിടങ്ങൾ നൽകുന്ന ഒരു സൂചന വെച്ചു നോക്കുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വെറുമൊരു മണ്ഡലത്തിലെ വിധിയെഴുത്തായിട്ടല്ല കാണുന്നത്. ഓഹോ. മറിച്ച് 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ദിശാസൂചികയായിട്ട് ഇതിനെ കാണുന്നുണ്ട്.
അപ്പോൾ ഈ ഫലം കേരള രാഷ്ട്രീയത്തിൽ എന്തു മാറ്റങ്ങളുണ്ടാക്കും എന്നത് കണ്ടുതന്നെ അറിയണം. ശരി. അപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ വിവരങ്ങളെ അടിസ്ഥാനമാക്കി നമ്മളൊരു വിശകലനം നടത്തി. അതെ. ഈ ഉറവിടങ്ങളെ മാത്രം വെച്ച് നമുക്കൊരു ചോദ്യം സ്വയം ചോദിക്കാം. അതായത്, സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എന്തിനാണ് സംസ്ഥാനത്തെയും രാജ്യത്തെയും ഇത്രയും വലിയ നേതാക്കൾ എങ്ങനെ നേരിട്ടിറങ്ങി പ്രചാരണം നടത്തുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ഇതിലെ ആ പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ വലിയൊരു കളിയാണോ ഇവിടെ നടക്കുന്നത്? ഇത് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാവുന്ന കാര്യമാണ്.